വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് പേറോൾ പ്രിപ്പറേഷൻ ആണ്. അതിൽ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. നെയിം, ബേസിക് പേ, PF ലോൺ. നമ്മൾ ആവശ്യപ്പെടുന്നത് ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് DA 36% ഓഫ് ബേസിക് പേ. ബേസിക് പേയുടെ 36% DA കാൽക്കുലേറ്റ് ചെയ്യണം. HRA 1,750 for basic pay greater than 52,000 and for others 1,500. 52,000 കൂടുതലാണ് ബേസിക് പേ എങ്കിൽ 1,750 രൂപ HRA വരണം, അല്ലാത്തവർക്ക് 1,500 വരണം. TA 400 per employee. ഫോർത്ത്, PF subscription 10% of gross pay. ഫിഫ്ത്ത്, TDS 20% if gross pay greater than 60,000, otherwise 10%. gross pay 60,000 കൂടുതലാണെങ്കിൽ 20%, അല്ല എങ്കിൽ 10% TDS ചാർജ് ചെയ്യണം. ഇതെങ്ങനെ നമുക്ക് പേറോൾ പ്രിപ്പയർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു ലിബ്രെ ഓഫീസ് കാൽക്ക് ഓപ്പൺ ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ്, ഓപ്പൺ ന്യൂ വർക്ക്ഷീറ്റ് ഇൻ ലിബ്രെ ഓഫീസ് കാൽക്ക്, അപ്ലിക്കേഷൻ, ഓഫീസ്, ലിബ്രെ ഓഫീസ് കാൽക്ക്. നേരത്തെ ഓപ്പൺ ആക്കിയതുപോലെ അപ്ലിക്കേഷൻ, ഓഫീസ്, ലിബ്രെ ഓഫീസ് കാൽക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു കാൽക്ക് ഫയൽ ഓപ്പൺ ആയി വരും. സെക്കൻഡ് സ്റ്റെപ്പ്, ടൈപ്പ് ദി ഡീറ്റെയിൽസ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് കോളം ഹെഡിങ്ങുകൾ ടൈപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കോളം ഹെഡിങ്ങുകൾ ടൈപ്പ് ചെയ്യുമ്പോൾ ആദ്യത്തെ റോ എന്ന് പറയുന്നത് മെയിൻ ഹെഡിങ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി അവിടെ ഒഴിച്ചു വെക്കുക. രണ്ടാമത്തെ റോയിൽ വേണം കോളം ഹെഡിങ്ങുകൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ A2 എന്ന് പറയുന്നതിൽ നെയിം, B2 BP ബേസിക് പേ, C2 DA, D2 HRA, E2 TA, F2 ഗ്രോസ് പേ, G2 PF, H2 PF ലോൺ, I2 TDS, J2 ടോട്ടൽ റിഡക്ഷൻ, K2 നെറ്റ് പേ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വിവരങ്ങളനുസരിച്ച് നമ്മൾ കോളം ഹെഡിങ്ങുകൾ ആദ്യം ടൈപ്പ് ചെയ്യാം. അതിനുശേഷം ടൈപ്പ് ദി മെയിൻ ഹെഡിങ്. അതിനുശേഷം മെയിൻ ഹെഡിങ് ടൈപ്പ് ചെയ്യണം. പേറോൾ ഓഫ് എംപ്ലോയീസ് ബൈ മെർജിങ് സെൽസ് ഫ്രം A1 to K1. A1 മുതൽ K1 വരെ അത്രയും കോളംസ് ആണ് നമ്മൾ കോളം ഹെഡിങ്ങുകൾക്ക് വേണ്ടി ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ A1 മുതൽ K1 വരെയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്യുന്നത് ഒന്നുകിൽ മൗസ് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഈ തരത്തിൽ സെലക്ട് ചെയ്യാം, അല്ല എങ്കിൽ A1 സെല്ലിൽ സിംഗിൾ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുക, റൈറ്റ് ഏറോ പ്രസ് ചെയ്യുക. അപ്പോൾ റൈറ്റ് ഏറോ പ്രസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് K1 വരുന്നത് വരെ റൈറ്റ് ഏറോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെല്ലുകൾ കംപ്ലീറ്റ് സെലക്ഷൻ ആവും. ആ സെലക്ഷൻ എടുത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ മേർജ് സെല്ല് കിട്ടും. ഇപ്പോൾ മേർജ് സെല്ല് സെലക്ട് ചെയ്യുമ്പോൾ ആ സെല്ലുകൾ കംപ്ലീറ്റ് മേർജ് ചെയ്ത് ഒറ്റ സെല്ലായി മാറും. ഇനി അവിടെ മെയിൻ ഹെഡിങ് ടൈപ്പ് ചെയ്യുക, പേറോൾ അക്കൗണ്ടിങ്. അത് സെൻട്രലൈസ് ചെയ്യണമെങ്കിൽ ഇതെവിടെ കാണുന്ന ഈ സെൻട്രലൈസ്ഡ് ഓപ്ഷൻ, സെൻട്രലൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ്, എൻ്റർ ദി നെയിം ഓഫ് എംപ്ലോയി ഇൻ റേഞ്ച് A3:A12. നമുക്ക് തന്നിരിക്കുന്ന പേര് അതേപോലെ A3:A12 വരെ എൻ്റർ ചെയ്യാം. നെക്സ്റ്റ്, എൻ്റർ ബേസിക് പേ ഓഫ് എംപ്ലോയി ഇൻ ദി റേഞ്ച് B3:B12. നമ്മൾ തന്നിരിക്കുന്ന ബേസിക് പേ അതേപോലെ B3:B12 എൻ്റർ ചെയ്യാം. നെക്സ്റ്റ്, കാൽക്കുലേറ്റ് DA ഇൻ സെൽ C3 എന്ന് പറയുന്ന സെല്ലിൽ DA കാൽക്കുലേറ്റ് ചെയ്യാം. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളോട് പറഞ്ഞത് DA എന്ന് പറയുന്നത് ബേസിക് പേയുടെ 36% ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ C3 കോളത്തിൽ ആദ്യത്തെ എംപ്ലോയിയുടെ DA കാൽക്കുലേറ്റ് ചെയ്യുക, ഈക്വൽ ടു B3 × 36%. എന്നിട്ട് അതിനുശേഷം ഈ ഫോർമുല താഴെയുള്ള എംപ്ലോയീസിന് കൂടി താഴേക്ക് കോപ്പി ചെയ്യുക. ഇപ്പോൾ കോപ്പി ചെയ്യുമ്പോൾ C3യിൽ കേഴ്സർ വെക്കുക. ഇതിന് താഴെ കാണുന്ന ഈ പോയിന്റിൽ കേഴ്സർ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ അകത്ത് ഷേപ്പ് ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ പ്രസ് ചെയ്ത് പിടിക്കുക, താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ ആ ഇക്വേഷൻ താഴേക്ക് എല്ലാ എംപ്ലോയീസിലേക്കും കോപ്പി ചെയ്യുന്നതായിട്ട് കാണാം. പിന്നെ വരുന്നത് കാൽക്കുലേറ്റ് HRA ഇൻ സെൽ D3യിൽ HRA കാൽക്കുലേറ്റ് ചെയ്യാം. HRA പറയുന്നത് ഗ്രേറ്റർ ദാൻ 52,000 ആണെങ്കിൽ 1,750, അല്ലാത്തവർക്ക് 1,500 ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ കൊടുക്കാം. ഈക്വൽ ടു ഇഫ് ബ്രാക്കറ്റിൽ B3 ഗ്രേറ്റർ ദാൻ 52,000, B3യിൽ 52,000 കൂടുതലാണ് എങ്കിൽ 1,750, അല്ലെങ്കിൽ 1,500.
അതിനുശേഷം ഈ ഫോർമുല താഴേക്ക് കോപ്പി ചെയ്യുക. നേരത്തെ ചെയ്തതുപോലെ ആ സെല്ലിൽ കഴ്സർ വെച്ച് ഇതിൻ്റെ താഴേക്ക് കഴ്സർ കൊണ്ടുവരുമ്പോൾ അവിടെ കഴ്സറിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യും. അവിടെ വെച്ച് പ്രസ് ചെയ്ത് താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ അത് താഴേക്ക് കോപ്പി ചെയ്യാം. നെക്സ്റ്റ്, ടൈപ്പ് ₹400 ആസ് TA ഇൻ ദി റേഞ്ച് E3:E12. 400 എന്ന് ടൈപ്പ് ചെയ്യുക, അത് താഴേക്ക് കോപ്പി ചെയ്യുക. അത് 400, 401, 402 എന്നാവുന്നുണ്ടെങ്കിൽ രണ്ട് സെല്ലുകളിൽ 400 ടൈപ്പ് ചെയ്യുക. രണ്ടും കൂടി ഒന്നിച്ച് സെലക്ട് ചെയ്യുക. ആ രണ്ട് സെല്ലുകൾ ഒന്നിച്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ടും കൂടി ഒന്നിച്ച് കോപ്പി ചെയ്യുക. അപ്പോൾ എല്ലാ സ്ഥലത്തും 400 തന്നെ വരും. നെക്സ്റ്റ്, കമ്പ്യൂട്ട് ഗ്രോസ് പേ ഇൻ ദി സെൽ F3. F3 എന്ന് പറയുന്ന സെല്ലിൽ ഗ്രോസ് പേ കാണുക. ഗ്രോസ് പേ എന്ന് പറയുമ്പോൾ ഇതെല്ലാം ആഡ് ചെയ്തത് ബേസിക് പേ, DA, HRA, TA ഇതെല്ലാം ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് ഗ്രോസ് പേ. അപ്പോൾ അവിടെ ഇക്വേഷൻ ടൈപ്പ് ചെയ്യുക, ഈക്വൽ ടു സം ബ്രാക്കറ്റിൽ B3:E3. എന്നിട്ട് അതിന് ശേഷം ആ ഫോർമുല താഴേക്ക് കോപ്പി ചെയ്യുക. നേരത്തെ ചെയ്തതുപോലെ ആ ഒരു സെല്ലിലുള്ള ഇക്വേഷൻ താഴേക്ക് കോപ്പി ചെയ്യുക. നെക്സ്റ്റ്, 10ാമത്തെ സ്റ്റെപ്പ്, കമ്പ്യൂട്ട് PF ഇൻ ദി സെൽ G3. G3 എന്ന് പറയുന്ന സെല്ലിൽ PF കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ PF എന്ന് പറയുന്നത് 10% ആണ്. അതുകൊണ്ട് തന്നെ ഈക്വൽ ടു F3 ഇൻറ്റു 10%. അപ്പോൾ F3 എന്ന് പറയുന്ന സെല്ലിലുള്ള എമൗണ്ടിൻ്റെ 10% ആയിരിക്കണം PF. അപ്പോൾ ഇനി ഇവിടെ കൊടുക്കേണ്ട ഇക്വേഷൻ ഈക്വൽ ടു F3 ഇൻറ്റു 10%. അതിന് ശേഷം അതും താഴേക്ക് കോപ്പി ചെയ്യുക. അത് താഴേക്ക് കോപ്പി ചെയ്തതിന് ശേഷം 11th സ്റ്റെപ്പ്, എൻ്റർ PF ലോൺ ഓഫ് എംപ്ലോയി ആസ് ഗിവൺ ഇൻ ദി ക്വസ്റ്റ്യൻ ഇൻ റെസ്പെക്റ്റീവ് സെൽസ്. എല്ലാ സെല്ലിലും എംപ്ലോയിയുടെ PF ലോൺ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് അതേപോലെ ടൈപ്പ് ചെയ്യാം. പിന്നെ വരുന്നത് കാൽക്കുലേറ്റ് TDS ഇൻ സെൽ I3. TDS കാൽക്കുലേറ്റ് ചെയ്യുക. TDS കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കണം. കാരണം >60,000 ആണ് ഗ്രോസ് പേ എങ്കിൽ 20% ആണ്, അല്ലാത്തവർക്ക് 10% ആണ്. അപ്പോൾ അവിടെ കൊടുക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് ഈക്വൽ ടു ഈഫ് ബ്രാക്കറ്റിൽ F3 >60,000, F3 ഇൻറ്റു 20%, F3 ഇൻറ്റു 10%. ഇപ്പോൾ F3യിൽ 60,000ൽ കൂടുതലാണെങ്കിൽ F3 ഇൻറ്റു 20%. F3യുടെ 20% ആണ്, ഗ്രോസ് പേയുടെ 20%. അല്ല എങ്കിൽ F3 ഇൻറ്റു 10%, ഗ്രോസ് പേയുടെ 10%. എന്നിട്ട് അതിനുശേഷം ആ ഫോർമുല താഴേക്ക് കോപ്പി ചെയ്യുക. സാധാരണ നേരത്തെയൊക്കെ കോപ്പി ചെയ്തതുപോലെ താഴേക്ക് കോപ്പി ചെയ്യുക. നെക്സ്റ്റ്, സ്റ്റെപ്പ് 13, കാൽക്കുലേറ്റ് ടോട്ടൽ ഡിഡക്ഷൻ ഇൻ സെൽ J3. ടോട്ടൽ ഡിഡക്ഷൻ കാണണം. ടോട്ടൽ ഡിഡക്ഷൻ കാണണമെങ്കിൽ PF ലോണും TDSഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഡിഡക്ഷൻ കിട്ടി. അപ്പോൾ ആ ടോട്ടൽ ഡിഡക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എൻ്റർ ചെയ്യുക ഈക്വൽ ടു സം ബ്രാക്കറ്റിൽ G3:I3 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം ആ ഫോർമുല താഴേക്ക് എല്ലാ എംപ്ലോയീസിലേക്കും കോപ്പി ചെയ്യുക. ഇനി നെക്സ്റ്റ്, കമ്പ്യൂട്ട് നെറ്റ് സാലറി ഇൻ സെൽ K3. K3യിൽ നെറ്റ് സാലറി എൻ്റർ ചെയ്യുക. ഇപ്പോൾ നെറ്റ് സാലറി കാണാൻ വേണ്ടിയിട്ട് ഗ്രോസ് പേ മൈനസ് ടോട്ടൽ ഡിഡക്ഷൻ ആണ്, ഈക്വൽ ടു F3 മൈനസ് J3. അതിനുശേഷം ആ ഫോർമുല താഴേക്ക് മറ്റുള്ള എംപ്ലോയീസിന് കൂടി അത് കോപ്പി ചെയ്യുക. ഇത്ര ആയി കഴിഞ്ഞാൽ പേറോളായി. ഇനി നമുക്ക് നെറ്റ് പേയുടെ ടോട്ടൽ കാണണം. എങ്ങനെ കാണാം? പല വിധത്തിൽ കാണാം അല്ലേ? നെറ്റ് പേ കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ നെറ്റ് പേ കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണുന്ന ഈ ഓട്ടോ സം ബട്ടൺ ഉണ്ട്. ഓട്ടോ സം ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ താഴെ വരും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ വെച്ച് ഈക്വൽ ടു സം എന്ന് പറഞ്ഞിട്ട് ആ റേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ അവിടെ കിട്ടും. എങ്ങനെയായാലും ടോട്ടൽ ഏതിൻ്റെ ടോട്ടൽ കാണണമെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് ടോട്ടൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ഈ പ്രാക്ടിക്കൽ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത പ്രാക്ടിക്കൽ ക്ലാസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.